കുറച്ചധികം സർപ്രൈസുകളാണ് ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആദ്യത്തേത് ഇതാ കാണുന്ന പോലെ കൊലച്ച് നിൽക്കുന്ന ഒരു വാഴക്കുലയാണ് കേട്ടോ. സംഭവം വെട്ടാനുള്ള പരുവൊക്കെ ആവുന്നേ ഉള്ളൂ, മൂത്ത് വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്വന്തം പറമ്പില് നമ്മൾ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അല്ലേ. നമ്മളായിട്ട് നട്ട് വളർത്തിയെന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഞാനാണ് നട്ടതെന്ന്? ഒരിക്കലും അല്ല കേട്ടോ. ഇത് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ നട്ടുവെച്ചിരുന്നതായിരുന്നു. പക്ഷേ വിളവെടുപ്പിന് കാലമായപ്പോഴത്തേക്കും ഇത് കാണാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് കിട്ടിയെന്ന് പറയാം. ഇതിപ്പോ ഒന്നോ രണ്ടോ കൊലകളല്ലാട്ടോ കൊലച്ച് നിൽക്കുന്നത്, 5 എണ്ണം ഒപ്പത്തിനൊപ്പമാണ് കേട്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഓണത്തിന് വെട്ടാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷം ഇത് മൂക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. അടുത്ത സർപ്രൈസ് വന്നിട്ട് സമയം തെറ്റി പൂത്ത് നിൽക്കുന്ന ഈ ഒരു മാവാണ് കേട്ടോ. മാമ്പഴ സീസൺ ഒക്കെ കഴിഞ്ഞിട്ടും ഇത് എന്തിപ്പോ പൂത്ത് നിൽക്കണേന്നുള്ള അതിശയത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സംഭവം അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായത്, എല്ലാ കൊല്ലവും മാമ്പഴ സീസൺ കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൂത്തിട്ട് അങ്ങനെ തന്നെ വാടിപ്പോവാറാണ് പതിവ്. അതായത് കൊതിപ്പിച്ചിട്ട് കടന്നു കളയാന്നൊക്കെ പറയില്ലേ, ആ സംഭവം തന്നെ ഇത്. സംഭവം പൂത്ത് നിൽക്കണൊക്കെ കണ്ടാൽ തോന്നും അതെന്തായാലും മാമ്പഴം തന്നിട്ടേ കാര്യമുള്ളൂ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ ആ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മഴയും മഴക്കാരും ഒക്കെ കൊണ്ട് ഇത് കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നാണ് ഞാൻ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞത്. ഇതിപ്പോ ഈ വർഷം മാത്രല്ല, എല്ലാ വർഷവും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഈ കാട്ടിൽ ഒളിച്ചു നിന്ന ഈ കാന്താരി മുളകാണ് കേട്ടോ. ഈ ചേനയും ചേമ്പൊക്കെ ഇത്രയധികം ഹൈറ്റ് വെക്കുമെന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏകദേശം എന്നേക്കാളും നല്ല ഹൈറ്റിലാണ് ഇതിപ്പോ വളർന്നു നിൽക്കുന്നത്. അടുത്തതായിട്ട് ഇതാ നമ്മളുടെ മെയിൻ താരം പേരയ്ക്ക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഭ്രാന്ത് പിടിച്ചാണ് ഈ വട്ടം പേരയ്ക്ക ഉണ്ടായിരിക്കുന്നത്. പേരയ്ക്കയില് നമ്മൾ ഫേസ് ചെയ്യുന്ന ആകെ ഇഷ്യൂ ദേ ഇവന്മാരാണ് കേട്ടോ. അതായത് ഈ ബട്ടർഫ്ലൈസ് വന്നിട്ട് നല്ല മൂത്ത് പഴുക്കാറായ പേരയ്ക്കയുമാണ് ഇവരുടെ അറ്റാക്ക്. എന്നിരുന്നാൽ പോലും ബട്ടർഫ്ലൈസ് അറ്റാക്ക് ചെയ്യാത്ത ഒരുപാട് പേരയ്ക്കകൾ നമുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ, കുറച്ചൊക്കെ അവർക്കും ഇരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരൊറ്റ പേരയ്ക്കയുമാണ് ആ 4-5 ബട്ടർഫ്ലൈസ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ ഓരോന്നിനെയും അവർ അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ, അവർക്കും വേണ്ടേ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ച് ഈ വട്ടം ക്ഷമിച്ചിരിക്കുന്നു. മഴ തകൃതിയായി പെയ്തുകൊണ്ട് തന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റാതെയായി. അതുകൊണ്ടാണ് ഇത്രയും സർപ്രൈസ് നമുക്ക് ഒരുമിച്ച് കിട്ടിയത്. കുറച്ചധികം തേങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.